ഇപ്പൊ പട്ടിയുടെ വരുമ്പോ അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പാണ്ടാക്കണത് തല്ലാൻ വന്നേക്കാണ് തല്ലാൻ. കൊലപാതക ശേഷം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഹൃദുജയനെ കൂട്ടുകാട് വെച്ച് സംശയം തോന്നിയ പോലീസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. സിഗരറ്റ് കത്തിച്ച് ഹെൽമറ്റ് ഇടാതെ വാഹനം ഓടിച്ചതിനായിരുന്നു പോലീസ് കൈ കാണിച്ചത്. തുടർന്ന് ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന ഹൃദു ഒരു കൂസലുമില്ലാതെ താൻ 4 പേരെ കൊന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. പിടിയിലാകുമ്പോൾ 4 പേരെ കമ്പിവടി, കത്തി എന്നിവ കൊണ്ട് ആക്രമിച്ച ഹൃദുവിന്റെ വസ്ത്രത്തിൽ രക്തത്തിന്റെ പാടുകളില്ലായിരുന്നു. വടക്കേക്കര സ്റ്റേഷനിലെത്തിച്ച ഹൃദു കഴിഞ്ഞ രാത്രിയിൽ ശാന്ത സ്വഭാവക്കാരനായിട്ടാണ് കാണപ്പെട്ടത്. ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകി. തന്നെയും വീട്ടുകാരെയും കളിയാക്കിയതാണ് കൊലപാതകത്തിന് കാരണമെന്ന് മൊഴി നൽകി. കൊലപാതക സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് ഉറപ്പാക്കാൻ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. ശല്യപ്പെടുത്തിയെന്ന് ആരോപിച്ച് അയൽ വീട്ടുകാർ കഴിഞ്ഞ നവംബറിൽ ഹൃദുവിനെതിരെ വടക്കേക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ ഭാഗത്ത് വലിയൊരു നടപടി ഉണ്ടായില്ലെന്ന് തന്നെ പറയാം. കാരണം ഒരു കേസ് കിട്ടിയാൽ താൽക്കാലികമായിട്ട് പരിശോധിച്ച് അതിനൊരു തീർപ്പ് കൽപ്പിച്ച് പോകുന്നൊരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് വിളിച്ചു വരുത്തിയെങ്കിലും മാനസികാരോഗ്യ ചികിത്സ നൽകാമെന്ന അച്ഛന്റെ ഉറപ്പിൽ വിട്ടയക്കുകയായിരുന്നു. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടതിനാൽ കൃത്യമായ ഇടവേളകളിൽ ഇയാളെ നിരീക്ഷിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ബംഗളൂരുവിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന പ്രതി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.